വരുണിന്റെ അച്ഛനിപ്പോ കൂടെ കൂടെയായി അസുഖം വരുന്നു. പിള്ളേരുടെ യാത്രയും മുടങ്ങി. യാത്ര മുടക്കിയതിന് അസുഖത്തിനെ കുറ്റം പറയുകയൊന്നും വേണ്ട. അതിന്റെ കാരണം വേറെയാ. അതെന്താ അമ്മേ? യാത്ര നടക്കാൻ പാടില്ലെന്ന് 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ ഇവിടെ. സംശയിക്കണ്ട, രാധികയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. പ്രിയങ്ക അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് അവളുടെ മുഖം പിന്നെ തെളിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ പറയാറ് ഭഗവാൻ അവൾ എന്തു പറഞ്ഞാലും നടത്തിക്കൊടുക്കുമെന്ന്? എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പോയി അടുത്ത പഞ്ചായത്തിൽ ഇടിവെട്ടിയാലും അതിന്റെ കാരണക്കാരിയും രാധികമോളാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടമ്മ. അവൾ ആരോടും ഒന്നിനും പോകുന്നില്ലല്ലോ അമ്മേ. ഇപ്പൊ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അവള് മര്യാദയ്ക്ക് അതിന് പൊയ്ക്കോട്ടെ. പൊയ്ക്കോട്ടെ. ദുരന്തങ്ങളെ ചാരി നിന്നാലേ ജീവനടക്കം പലർക്കും പലതും നഷ്ടമാകും. അതൊക്കെ കുറച്ചു കഴിയുമ്പോ നിങ്ങൾ പഠിച്ചോളും. പ്രിയമോളെ, ആ മോളെ, വരുണിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അമ്മയൊക്കെ ഹോസ്പിറ്റലിലെ അച്ഛ. ഡോക്ടർമാര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛതാ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാണ്. അച്ഛാ, ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. കുറച്ചു മുൻപ് ഇവിടെ പോലീസുകാർ വന്നിരുന്നു. വരുണിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്തിന്? അച്ഛനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നാ പോലീസുകാർ പറയുന്നത്. അവരെന്തോ സാഹചര്യ തെളിവുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. വരുണിനെ അവർക്ക് സംശയം. എന്തൊക്കെ ഭ്രാന്താ നീ പറയുന്നത്? വരുൺ പരമേശ്വരനെ കൊല്ലാൻ ശ്രമിക്കേ? മണ്ടത്തരം വിളമ്പുന്നതിനൊക്കെ ഒരു അതിരില്ലേ മോളെ? അല്ല, പോലീസുകാർ വരുമ്പോ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു? മുത്തശ്ശി ഉണ്ടായിരുന്നു, ചെറിയച്ഛനും ഉണ്ടായിരുന്നു. ചെറിയച്ഛൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസുകാര് നല്ല ദേഷ്യത്തിലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ മോളെ? അച്ഛൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? അതൊക്കെ ചെറിയച്ഛൻ നോക്കിക്കോളും. ഞാൻ വിവരം പറഞ്ഞേ ഉള്ളൂ. ഞാൻ വെക്കട്ടെ അച്ഛാ. എന്താ പറഞ്ഞേ? പരമേശ്വരനെ ഇന്നലെ രാത്രി ആരോ കൊല്ലാൻ ശ്രമിച്ചു. അത് വരുണാണെന്നാ പോലീസുകാർ പറയുന്നു. വരുണിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അച്ഛാ, വരുൺ അച്ഛനമ്മമാരോടൊക്കെ നല്ല സ്നേഹം. വരുൺ അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഓ, ഇനിയിപ്പോ ഇവള് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങും. അവിടെ ചെന്ന് എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ. മുത്തശ്ശി, ഞാൻ ഒന്നിനും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളെ നമുക്കറിയാമെങ്കിൽ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അനിയത്തിയുടെ ഭർത്താവാണെങ്കിലും നിനക്കാണല്ലോ കൃത്യമായിട്ട് അറിയാവുന്നത്. ദേവ, ഇവളുടെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തെങ്കിലും അറിയണമെങ്കിൽ കണിമംഗലത്തോട്ട് ചെല്ല്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. അച്ഛാ, അച്ഛൻ പോയി അന്വേഷിക്കണം. വരുൺ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ. ഒന്നാമത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും അച്ഛന് പരിചയമില്ല. ഇക്കാര്യത്തിന് അമ്പല കമ്മിറ്റി പ്രസിഡന്റിനെയോ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ കാണുകയെന്ന് വെച്ചാ ഇതൊക്കെ എല്ലാവരും അറിയും. അതൊന്നും വേണ്ട. നിങ്ങൾ ചന്ദ്രശേഖരനെ വിളിച്ച് വിവരം ചോദിക്കും. അവര് കൂട്ടിയാ കൂടുന്നതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക.
കൃഷ്ണ, വരുണൊരബദ്ധം വരുത്തരുത്. അച്ഛനെയും അമ്മയും വരുൺ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വരുണിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. കാക്കണേ ഭഗവാനെ. വരുൺ, സാറ് വിളിക്കുന്ന അകത്തേക്ക് വരും. മാതാപിതാക്കളെ കഴുത്തിന് വെച്ച് കൊല്ലുന്നതൊക്കെ ഇപ്പോഴൊരു ഫാഷനായി മാറിയിരിക്കുകയാണല്ലോ. പലരും അത് ചെയ്യുന്നത് ലഹരിയുടെ പിൻബലത്തിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. സത്യസന്ധമായി അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. സർ, ഇരിക്കി. അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ മിസ്റ്റർ വരുണിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പലതിനും താങ്കൾ ഉത്തരം പറഞ്ഞില്ല. എന്തുത്തരാ സാറിന് വേണ്ടത്? ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം സാറിന് പറഞ്ഞു തരണം. സാർ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെ. അത് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛനും അത് നന്നായിട്ട് തന്നെ അറിയാം. മിസ്റ്റർ വരുൺ, ഈ സ്നേഹത്തിൻ്റെ കഥകളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ നിത്യേന കേൾക്കുന്നതാണ്. ഡ്യൂട്ടിയിലിരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ നടക്കുന്ന സ്നേഹത്തിൻ്റെ ഡ്രാമ ഒരുപക്ഷെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. സ്വന്തം അച്ഛനെ കൊന്നവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുന്നു. അവൻ ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കഥകൾ പറയുന്നു, കരയുന്നു, ചിലപ്പോൾ സ്വയം ദ്രോഹിക്കുന്നു. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തത് അയാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അയാളുടെ ഒരു ഇരിപ്പുണ്ട്. താൻ അഭിനയിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നൊരു ഇരിപ്പ്. സാറിൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. സാർ അറ്റ്ലീസ്റ്റ് അച്ഛനെ കൊല്ലാൻ എനിക്ക് എന്തിനു തോന്നുന്നു അതെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. പറഞ്ഞുതരാം. അതിസമ്പന്നതയുള്ള കുടുംബങ്ങളിൽ വഴക്കും കൊലപാതക ശ്രമവും ഒക്കെ നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാലം കണിമംഗലത്തെ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത് കണിമംഗലം പരമേശ്വരനാണ്. പക്ഷേ 2 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഒരു രേഖ പ്രകാരം സ്വത്തിന്റെ പരിപൂർണ അധികാരം വരുണിന്. അതെങ്ങനെ സംഭവിച്ചു? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ആ ധാരണ തെറ്റാണ്. നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ സൈറ്റ്സ് നോക്കുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചു വരുത്താം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖകൾ പരിശോധിക്കാം. പ്രത്യേകിച്ചും ആരും അറിയാതെ അങ്ങനെ ഒരു ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ അതിനു പിറകെ കണിമംഗലം പരമേശ്വരന് ജീവനൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വരുണാണെന്ന് ഞാൻ ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? സർ, പ്ലീസ്. പണത്തിന് വല്ലാത്തൊരു മാന്ത്രികതയുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കും. വരുണിന് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? സ്വാഭാവികമായും പരമേശ്വരൻ അയാളുടെ സമ്പത്ത് കുടുംബത്തിലുള്ള പലർക്കും വീതം വെക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും നടക്കാതെ ഒറ്റ രാത്രി കൊണ്ട് അതൊരാളുടെ പേരിൽ എഴുതി ചേർക്കണമെങ്കിൽ ആ ഡിസിഷൻ എടുത്തിരിക്കുന്നത് കണിമംഗലം പരമേശ്വരനല്ല, നിങ്ങളാണ്. സാർ, നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? അച്ഛൻ്റെ അതിസമ്പന്നതയോട് ഒരിക്കലും ഒരു മോഹം തോന്നാത്ത ആളാണ് ഞാൻ. സാർ, ഞാൻ ഇത്രയും നാൾ വിദേശത്തായിരുന്നു. ഇവിടെ നിന്ന് അച്ഛൻ അയച്ചു തരുന്ന പണം കൊണ്ടല്ല ഞാൻ അവിടെ പഠിച്ചിരുന്നത്. സാർ, ഐ എം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ആ ജോലി ഞാൻ അവിടെ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ജീവിച്ചതും പഠിച്ചതും ഒക്കെ. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചത് ഒരു ശരാശരി താഴെയുള്ള കുടുംബത്തിൽ നിന്നാണ്.
എന്നിട്ട് സമ്പത്തിന്റെ കണക്കുകൾ പറയാൻ വന്നിരിക്കുന്നു. ദാ ഇത് തന്നെയാണ് എൻ്റെ മുന്നിൽ വരുന്ന ക്രിമിനലുകൾ നടത്തുന്ന നാടകമെന്ന് ഞാൻ പറഞ്ഞു. സോ പരമേശ്വരന്റെ വധശ്രമത്തിൽ ഇനിയും നടത്തുന്ന വരുണിന്റെ നാടകം തന്നെയാണ് വരുണിന്റെ ഭാഗത്തു നിന്നുള്ളതെങ്കിൽ അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. സാറിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്രിമിനൽസിനെ കൈകാര്യം ചെയ്ത് അതേ ബുദ്ധി തന്നെ ഇപ്പൊ സാറിനും. സാർ എന്നോട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ശരിയായിട്ടുള്ള അഭിനയം. ഓക്കെ, നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വരുണിന് അവസരങ്ങളുണ്ട്. അതുപോലെ വരുൺ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ എനിക്കും. ഐ വിൽ ഡു മൈ ഡ്യൂട്ടി. അതിനൊടുവിൽ വരുൺ കുറ്റക്കാരനാണെങ്കിൽ നോ ഡൗട്ട് ഒരു കരുണയുമില്ലാതെ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തേക്കും. യു മേ ഗോ നൗ. സർ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്നെപ്പോലെ ഒരാളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങളുടെ മനസ്സിൽ അല്പം സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ഛനെ ഞാൻ ദ്രോഹിച്ചു എന്ന് പറയുന്ന ഓരോ നിമിഷവും താങ്കളാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനോടുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ കരുതി കൂട്ടി നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാനിതിൽ തോൽക്കില്ല സർ. ഒരു സങ്കടം വന്ന് പറയുന്നവർക്ക് എത്ര പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവരാ കണിമംഗലത്തുകാര്. ഇവിടുന്ന് ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അന്വേഷിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയായി. പരമേശ്വരൻ വീണ് കിടക്കുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. മുത്തശ്ശി ചെറിയച്ഛനെ കുറ്റപ്പെടുത്തണ്ട. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് നിസ്സാരമല്ലല്ലോ. വരുൺ പരമേശ്വരനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് നീ കണ്ടോ? ഒരു പോലീസുകാരൻ വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി വരുണിനെ കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കണ്ട. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ചന്ദ്രേട്ടൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അമ്മേ. കുറെ പേരെ വിളിച്ചിരുന്നു. എന്തു മലമറിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യം നടന്നോ ഇല്ലയോ അതല്ലേ പ്രധാനം. എനിക്കറിയാം വക്കീലിനെ വിളിക്കാനും സ്റ്റേഷനിൽ നേരിട്ട് പോവാനും. നിങ്ങൾ എന്താ ചന്ദ്രേട്ടായി കാണിക്കുന്നത്? വരുണിനെ പുറത്തെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെ സാധിച്ചില്ലല്ലോ. അമ്മ അത് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. എന്തായി ചന്ദ്രശേഖര? വരുണിനെ എപ്പോ വിടാന്ന് അവര് പറഞ്ഞത്? അതെ അമ്മേ, ഈ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പി ആളൊരു കുഴപ്പക്കാരനാണ്. ആര് വിളിച്ചു പറഞ്ഞാലും അയാൾ തന്നിഷ്ടത്തിനെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാ. അയാളുടെ തന്നിഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്താലേ വരുൺ നാളെ ജയിലിലേക്ക് പോവും. അതിന് സമ്മതമാണോ നിനക്ക്? കണിമംഗലത്ത് മകൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് നാട്ടുകാര് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ഈ നാട്ടില് നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അമ്മ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. വരുൺ പുറത്തു വരുന്നത് മാത്രമല്ല, ഇത്തരമൊരു കേസ് ചമച്ചുണ്ടാക്കി വരുണിനെ കസ്റ്റഡിയിലെടുത്തതിന് അയാളെ ശിക്ഷിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ. വാക്കുകളൊക്കെ നന്നാവുന്നുണ്ട്, പക്ഷേ അത് പ്രവൃത്തിയെ കൂടി വേണം. ഒന്നും സംഭവിക്കാതെ വരുൺ എന്റെ മുമ്പിൽ തിരിച്ചെത്തിയിരിക്കണം. അത് നിന്നെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ അത് ഈ നിമിഷം നിനക്ക് എന്നോട് തുറന്നു പറയാം. കണിമംഗലത്ത് ആണുങ്ങൾ ഇറങ്ങിയാൽ മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അമ്മ എങ്ങോട്ടും ഇറങ്ങണ്ട. ഏട്ടനില്ലാത്തപ്പോ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ ചുമതലയല്ലേ. കണിമംഗലത്തെക്കുറിച്ച് ആരും ദോഷം പറയില്ല. കണിമംഗലത്തെ ആർക്കും ദോഷം സംഭവിക്കുകയില്ല. വരുൺ അകത്ത് കിടക്കുന്നതിന്റെ കളി മുഴുവൻ മുത്തശ്ശി തീർക്കുന്നതേ എന്നോടാ. കാര്യമാക്കേണ്ട കൽപ്പന. കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ടല്ലോ.
അപ്പോൾ അല്പം ക്ഷമയാവാം. ₹500 കൈമടക്ക് കൊടുത്താൽ കിട്ടുന്നൊരു വക്കീലിനെ വെച്ച് സിമ്പിളായിട്ട് അവനെ പുറത്തിറക്കാം. പക്ഷെ എനിക്ക് സൗകര്യമില്ല. ഈ കേസിൽ നിന്ന് വരുൺ ഒരിക്കലും പുറത്തു വരാൻ പാടില്ലെന്ന് പ്രത്യേക നിർദ്ദേശം തന്നെ ഞാൻ ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അറിഞ്ഞ തളർന്നു കിടക്കുന്ന ഏട്ടനോ അതോ അമ്മയോ? തൽക്കാലം ആരും ചന്ദ്രശേഖരനെ മറികടക്കില്ല. ഈ കളി ഞാൻ ജയിക്കാൻ തീരുമാനിച്ചത്. അതാർക്കും തടയാൻ പറ്റില്ല. മറുവിളിക്കായി ഞാൻ പോരാമുയിരു പൊള്ളുമ്പോൾ തെളിയുമോ മാനം? ഇനിയുമുള്ളൊരു ജന്മം നീ കൂട്ടായി വരുമോ? ഭഗവാനെ, വരുണ മനസ്സമാധാനം കൊടുക്കണേ, എല്ലാം നേരിടാനുള്ള കരുത്ത് കൊടുക്കണേ. പകലിതാ തൻ പുൽക്കൂട്ടിൽ തിരികൾ താഴ്ത്തുന്നു. അച്ഛനെ ഞാൻ ദ്രോഹിച്ചുവെന്ന് ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് പറഞ്ഞാലും എന്റെ അച്ഛനത് വിശ്വസിക്കില്ല. അതെനിക്ക് ഉറപ്പാ. കടലിനും അറിയാം തോഴി കടലുപോൽ വിരഹം. എവിടെ നീ? മഹാഗണപതിം മനസാ സ്മരാമി. മഹാഗണപതിം മനസാ സ്മരാമി. മഹാഗണപതിം മനസാ സ്മരാമി. മഹാഗണപതിം മനസാ സ്മരാമി. രാധിക, ആ എന്തുപറ്റി മോളെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒരാളിങ്ങനെ മാറി നിന്ന് കരയോ? ഒന്നുമില്ലാഞ്ഞിട്ട. മോള് വാ, നമുക്ക് ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. വേണ്ട, ഇനി ഒരു കാര്യത്തിലും ഫിദ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അതെന്താ? മോളുടെ കാര്യങ്ങൾ എന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നത് കാണാൻ എനിക്ക് പറ്റില്ലെന്ന്. മോളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണത്തിനാരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? പിന്നെന്താ മോളെ? അത് വരുണിനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വരുണോ? ആരാ വരുൺ? അത് പ്രിയങ്കയുടെ ഭർത്താവാ, അനിയത്തിയുടെ. വരുൺ പാവം. വരുണിന്റെ അച്ഛന് സുഖമില്ല. അച്ഛനെ വരുൺ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോലീസുകാർ വെറുതെ കള്ളം പറയുന്നതാ. വരുൺ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. മാഡം വിചാരിച്ച വരുണിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? നോക്കാം മോളെ. ഞാൻ അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ
അവിടെ ചെന്നാ നമുക്കാരും പരിചയമില്ല. ആ മാത്രല്ല വരുൺ ഈ അവസ്ഥയിലിരിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാനും പറ്റില്ല. ശരിക്കും പാവാ മാഡം. നോക്കാം മോളെ, നമുക്ക് നോക്കാം. ചേച്ചി കുട്ടികളുടെ കാര്യം നോക്ക. ഞാൻ മോളെയും കൂട്ടി ഓഫീസിലേക്ക് പോവാ. വാ മോളെ, വാ. അതിപ്പോ അടുത്ത ആഴ്ചത്തേക്കാ പറഞ്ഞിരിക്കുന്നത്. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആ സർ, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്യാമയാണ്, സിംഗർ. ഓ ആ, എന്താ മാഡം? റാം സാറിനൊന്ന് കിട്ടുമോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് റാം സാറ് ഒരു അർജന്റ് മീറ്റിംഗിലാ, ഫോൺ എടുക്കാൻ പറ്റില്ല മാഡം. കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം മാഡം.